ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക സൈനിക ശക്തികളിൽ 4-ാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യമുള്ളത്. എന്നിരുന്നാൽ പോലും പലപ്പോഴും നമ്മുടെ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ നമ്മൾ പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്തിരുന്നത്. നമ്മൾ തദ്ദേശീയമായിട്ട് ധാരാളം ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള അത്യാധുനിക ആയുധങ്ങൾ പലതും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് അത് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്താണ് നമ്മുടെ സൈന്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സുഖോയ് യുദ്ധവിമാനങ്ങൾ. അത് ഒരു റഷ്യൻ മെയ്ഡ് വിമാനമാണ്, ഒരു ഫൈറ്റർ ജെറ്റ് ആണ്. ആ ഒരു ഫൈറ്റർ ജെറ്റ് പോലും നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളിപ്പോൾ ഇവിടെ റീഡിസൈൻ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ തേജസ് പോലുള്ള യുദ്ധവിമാനങ്ങൾ നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിന്റെ ജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ നമുക്ക് ഇന്നും ലഭ്യമായിട്ടില്ല. അതിനുവേണ്ടിയിട്ട് നമ്മൾ പല വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാവേരി പോലുള്ള ജെറ്റ് എഞ്ചിനുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവയെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ഡെവലപ്പ് ആയി വരുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തദ്ദേശീയമായിട്ട് റഷ്യയുടെ സഹായത്താൽ നിർമ്മിച്ച ബ്രഹ്മോസ് എന്ന് പറയുന്ന നമ്മുടെ വജ്രായുധം, ആ ഒരു ആയുധത്തിന്റെ ക്രെഡിബിലിറ്റി അത് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ച ഒരു ദൗത്യമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. പഹൽഗാമിൽ 26 ഇന്ത്യൻ പൗരന്മാരുടെ ജീവനെടുത്ത പാക് തീവ്രവാദികൾക്കെതിരായിട്ട് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത ഒരു ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. പാകിസ്ഥാനിലുള്ള ഭീകര പരിശീലന കേന്ദ്രങ്ങളെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ നടത്തിയ ആക്രമണം പിന്നീട് അതിൽ നിന്ന് വ്യതിചലിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചെറിയൊരു രീതിയിൽ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴിതെളിച്ചു. ആ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ എയർ ബേസുകളെ തച്ചു തകർക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഒരു ആയുധമായിരുന്നു ബ്രഹ്മോസ് എന്ന് പറയുന്നത് നമ്മുടെ ക്രൂയിസ് മിസൈൽ. മാക് 3 സ്പീഡിൽ സഞ്ചരിക്കുന്ന ഈ ഒരു മിസൈൽ ശത്രുക്കളുടെ റഡാറിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് കൃത്യമായിട്ട് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യാണ്ട് കഴിവുള്ള ഒരു മിസൈലാണ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് നിർമ്മിച്ച ഈ ഒരു മിസൈലിന് ബ്രഹ്മോസ് എന്ന് പറയുന്ന പേര് നൽകാൻ കാരണം നമ്മുടെ ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും മോസ്കോയിലെ മോസ്കോവ എന്ന് പറയുന്ന നദിയുടെ പേരുകൾ കൂട്ടി സംയോജിപ്പിച്ചുകൊണ്ടാണ് ബ്രഹ്മോസ് എന്ന് പറയുന്ന പേര് നമ്മൾ നൽകിയത്. അതുകൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മൾ ഏറ്റവും അധികം എയർ ഡിഫൻസിന് വേണ്ടിയിട്ട് ആശ്രയിച്ചത് ഒന്ന് റഷ്യയുടെ S-400 മറ്റൊന്ന് നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റവുമാണ്. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതോടുകൂടി ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനും അതേപോലെ തന്നെ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റത്തിനും ലോക രാജ്യങ്ങളിൽ ആവശ്യക്കാർ ഏറി വരികയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു സുപ്രധാനമായിട്ടുള്ള കരാറിൽ ഇന്ത്യയും UAE ഒപ്പുവെക്കാൻ പോകുന്നത്. അതായത് നമുക്ക് നിലവിലെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ കുറിച്ച് അറിയാം. അമേരിക്കയുടെ ആയുധങ്ങളാണ് ഈ പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, അതായത് GCC രാജ്യങ്ങൾ എല്ലാവരും തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ GCC രാജ്യങ്ങളിൽ പ്രധാനിയായിട്ടുള്ള UAE അമേരിക്കൻ ആയുധങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുവാനായിട്ട് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് അവരിപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നത് നമ്മുടെ ബ്രഹ്മോസ് മിസൈലും അതേപോലെ തന്നെ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റമായിട്ടുള്ള ആകാശുമാണ്. പൊതുവെ ഇന്ത്യൻ ആയുധങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്, അതായത് ഏറ്റവും ചിലവ് കുറഞ്ഞതും എന്നാൽ കാര്യക്ഷമമായിട്ടും പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ എന്നാണ് ഇന്ത്യൻ ആയുധങ്ങളെ ലോകരാജ്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് UAE ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ നമുക്ക് മറ്റൊരു രാജ്യത്തിന് കൈമാറണമെങ്കിൽ അതിന് റഷ്യയുടെ അനുവാദം വേണം. കാരണം ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ടാണ് ഈ പറയുന്ന ബ്രഹ്മോസ് മിസൈൽ രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ സമ്മതമില്ലാതെ മറ്റൊരു രാജ്യത്തിന് ഇത് വിൽക്കുവാണ്ട് നമുക്ക് അധികാരമില്ല. പക്ഷേ ഇന്ത്യ, റഷ്യ, UAE ഈ 3 രാജ്യങ്ങൾ തമ്മിൽ ഒരു സൗഹൃദമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആയുധം, അതായത് ഇന്ത്യൻ ആയുധമായിട്ടുള്ള ബ്രഹ്മോസ് UAEക്ക് വിൽക്കുന്നതിനകത്ത് ഈ പറയുന്ന റഷ്യക്ക് യാതൊരു എതിർപ്പും ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കരാറിലേക്ക് ഇന്ത്യയും UAEയും ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയം വന്നതിനകത്ത് നമുക്ക് വളരെയധികം സന്തോഷിക്കാനുണ്ട്. മറ്റൊന്നുമല്ല, ഇന്ത്യയും റഷ്യയും UAEയും ഇസ്രയേലും എല്ലാം അടങ്ങുന്ന ഒരു വ്യാപാര ഇടനാഴി അത് രൂപീകരിക്കാനുള്ള ഒരു പദ്ധതി ഇന്ത്യ, റഷ്യ, UAE, ഇസ്രയേൽ തുടങ്ങിയ ലോകരാജ്യങ്ങൾ ചേർന്നുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്യാപാര ഇടനാഴിക്ക് അതീവ സുരക്ഷ നൽകുവാൻ വേണ്ടിയിട്ട് നമ്മുടെ തന്നെ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത് ഇറാനും കനത്ത ഒരു പ്രഹരമാണ് ഏൽപ്പിക്കുന്നത്. കാരണം പൊതുവെ ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം കാലഹരണപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിലേക്ക് UAE ബ്രഹ്മോസ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആ ഒരു രാജ്യം എന്നേക്കുമായിട്ട് ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാവും. നമുക്കറിയാം, കിരാന ഹിൽസ് പോലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയിൽ പോലും കൃത്യമായിട്ട് പ്രിസിഷൻ ഗൈഡൻസ് പാലിച്ചുകൊണ്ട് സ്ട്രൈക്ക് ചെയ്യാണ്ട് ബ്രഹ്മോസിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്ന് ആദ്യം ആണവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞ പാകിസ്ഥാൻ പിന്നീട് ഇന്ത്യയുടെ കാൽക്കൽ വീണുകൊണ്ട് ഇന്ത്യയോട് യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടത്.
അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ ഒരു ബ്രഹ്മോസ് മിസൈൽ UAE വരുമ്പോൾ ഇറാന്റെ സുരക്ഷയും കൂടി അവതാളത്തിലായി മാറുകയാണ്. ഏതായാലും ഇന്ത്യൻ ആയുധങ്ങൾ ഇപ്പോൾ നമ്മൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെ അഭിമാനിക്കാം. നമ്മുടെ സുരക്ഷയിലാണ് ഇനി മുതൽ UAE എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത്. നമ്മുടെ പ്രവാസികൾക്ക് അഭിമാനിക്കാനുള്ള സുന്ദര മുഹൂർത്തമാണ് ഇതിലൂടെ കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ ശരി എന്നാൽ.